അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 2023 നമ്മൾ ഇന്ന് വിട പറയുകയാണ്. 2024 വർഷം ആഗതമാകുമ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ഈ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ ഇയർ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അത് മുഹറം 1 അല്ല, ജനുവരി 1 അല്ല ന്യൂ ഇയർ. മുഹറം 1 നമ്മുടെ ന്യൂ ഇയർ. ആ മുഹറം 1 വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇന്നത്തെ പോലെയുള്ള മദ്യം കുടിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളല്ല നടത്തേണ്ടത്, മറിച്ച് നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെക്കുറിച്ചുള്ള പുനർവിചിന്തനം നടത്തുക എന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ ജനുവരി 1 ആഗതമാകുമ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം മോശത്തരങ്ങളാണ് ചെറുപ്പക്കാർ കാട്ടിക്കൂട്ടുന്നത്. ആ കൂട്ടത്തിൽ നമ്മളൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസം ജനുവരി 1 ആഗതമാകുന്നു എന്ന് കാണുമ്പോൾ എല്ലാവരും ഇതൊക്കെ നമ്മൾ ആഘോഷിക്കേണ്ടതാണെന്ന് വിചാരത്തോടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമാണ് ജനുവരി 1 ന്യൂ ഇയർ ദിനമായി പരിഗണിക്കുന്നത്. 1500 വർഷത്തോളം യൂറോപ്യർ ഉപയോഗിച്ചിരുന്ന കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. സൂര്യനെ അടിസ്ഥാനമാക്കി ജൂലിയസ് സീസർ നിർമ്മിച്ചതാണിത്. പിന്നീട് ഗ്രിഗറി 13 മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം പ്രസ്തുത കലണ്ടറിനെ പരിഷ്കരിച്ച് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. ഗ്രിഗോറിയൻ കലണ്ടറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആഘോഷിക്കേണ്ട ഒന്നല്ല ആ ജനുവരി 1 എന്നത്. ഇനി ജനുവരി 1 ആണെങ്കിലും അതൊരു ന്യൂ ഇയറായി നിങ്ങൾ കണ്ടാൽ പോലും ഇന്ന് ലോകത്ത് കാണുന്നത് പോലുള്ള ആഘോഷങ്ങൾ കൊണ്ടാടാൻ ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം അനുവദിക്കുന്നേയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഹിജ്റ വർഷമാണ് ന്യൂ ഇയറായി കാണേണ്ടത്. അപ്പോൾ മുഹറം 1 ആകുമ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു വർഷം നഷ്ടപ്പെട്ടു, ആ കഴിഞ്ഞ ഒരു വർഷം എന്നിൽ നിന്ന് വിട പറയുകയാണ്, എന്നിൽ നിന്ന് ഒരു വയസ്സ് കുറയുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇനി മുന്നോട്ടുള്ള ജീവിതം ചിട്ടപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പേരിൽ ജനുവരി 1 ആഗതമാകുമ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പേരിൽ നമ്മൾ മദ്യപാനത്തിലും ചൂതാട്ടത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ ഖദർ നബി അലൈഹിസ്സലാം അങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ അതാ 2 യത്തീം കുട്ടികളുടെ അവരുടെ വീടിൻ്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടു. ആ വീടിൻ്റെ മതിൽ പണിഞ്ഞു കൊടുത്തപ്പോൾ മഹാനായ ഖദർ നബി അലൈഹിസ്സലാം അതിന് കാരണമായി പറഞ്ഞത് എന്താണ്? മഹാനായ ഖദർ നബി അലൈഹിസ്സലാം അതിന് കാരണമായി പറഞ്ഞത് വകാന അബൂഹുമാ സ്വാലിഹാ, അവരുടെ വാപ്പ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ നന്നായാലേ നമ്മുടെ മക്കളും നന്നാവുകയുള്ളൂ എന്നതിൻ്റെ തെളിവാണ്. നമ്മൾ ഇങ്ങനെ ന്യൂ ഇയർ വരുമ്പോഴും അതുപോലെ മറ്റാഘോഷങ്ങളൊക്കെ വരുമ്പോഴും മോശമായ രൂപത്തിൽ ആഘോഷിച്ച് നമ്മൾ മോശമായി നടന്നാൽ നമ്മുടെ മക്കളും വഴിപിഴച്ചു പോകും എന്നതിൻ്റെ തെളിവാണ് മഹാനായ ഖദർ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. അവരുടെ വാപ്പ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു, അതുകൊണ്ടാണ് ആ കുട്ടികളുടെ ആ പൊളിഞ്ഞു വീണ മതിൽ ഞാൻ നന്നാക്കി കൊടുത്തത് എന്ന് മഹാനവർകൾ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ ഗുണം, ഇന്നല്ലാഹ യഹ്ഫളു ബിസ്വാലിഹിൽ അബ്ദി, ഒരു അള്ളാഹുവിൻ്റെ അടിമ, സ്വാലിഹായ ഒരടിമ, ആ സ്വാലിഹായ ഒരടിമയുടെ കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ് വുൽദഹു വ വുൽദ വുൽദിഹി, അവൻ്റെ മക്കളെയും അവൻ്റെ സന്താനങ്ങളെയും അവൻ്റെ സന്താന പരമ്പരയും അള്ളാഹു സംരക്ഷിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ അടിമയായ ഒരു മനുഷ്യൻ അവൻ സ്വാലിഹായി മാറിയാൽ, അവൻ നല്ലവനായി മാറിയാൽ അത് കാരണമായി അവൻ്റെ മക്കളെയും അള്ളാഹു സംരക്ഷിക്കും. അവൻ്റെ ആ സന്താന പരമ്പരയെല്ലാം അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ അതേ മക്കളെയും സന്താന പരമ്പരകളെയും കുടുംബങ്ങളെയും എല്ലാം അല്ലാഹു തആല അത് കാരണമായി, ഈ സ്വാലിഹായ മനുഷ്യൻ കാരണമായി സംരക്ഷിക്കുന്നതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലവരായാൽ നമ്മുടെ സന്താന പരമ്പരയും നല്ലവരാവും. നമ്മുടെ കുടുംബങ്ങളെയും സന്താന പരമ്പരയും എല്ലാം നമ്മൾ നല്ലവരായതിൻ്റെ കാരണത്താൽ, നമ്മൾ സ്വാലിഹായതിൻ്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പേരിൽ നമ്മൾ മോശമായി നടന്നാൽ നമ്മുടെ സന്താന പരമ്പരയും അതുപോലെ മോശക്കാരായി മാറും എന്നതിൻ്റെ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നില്ലേ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്നും സംരക്ഷിക്കണം. നിങ്ങളുടെ ശരീരത്തെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, അൻഫുസകും ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ സ്വന്തം ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം തയ്യാറെടുത്താൽ പോരാ, അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കണം. അപ്പോൾ മാതാപിതാക്കൾ ന്യൂ ഇയർ ആഘോഷിക്കാതെ വീട്ടിലിരിക്കുകയാണെങ്കിലും തൻ്റെ മക്കൾ പോകുമ്പോൾ മക്കളെയും നമ്മൾ അതിൽ തടയേണ്ടതുണ്ട്. കാരണം നമ്മൾ നരകത്തിലൊന്നും അകപ്പെടാതെ, നരകാഗ്നിയിലേക്ക് പോകാതെ, ന്യൂ ഇയർ മോശമായ രൂപത്തിൽ ആഘോഷിക്കാൻ പോകാതെ നമ്മൾ വീട്ടിൽ നല്ല സുരക്ഷിതരായിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ നരകാഗ്നിയിലേക്ക് വീഴുകയാണ്. അവരെയും തടയൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണം. അപ്പോൾ മക്കളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും ഒക്കെ നരകത്തിൽ വീഴാതെ നിങ്ങൾ നോക്കിക്കൊള്ളണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇതിൻ്റെ വിശദീകരണമായി പറയുന്നു, മഹ്മാ കാനൽ അബു യസൂനഹു അന്നാരി ദുനിയാ ഫബിഅൻ യസൂനഹു അന്നാരിൽ ആഖിറതി ഔലാ. ഒരു മനുഷ്യൻ അവൻ്റെ മകനോ മകളോ ഭാര്യയോ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ അതിൽ വീഴാതെ എങ്ങനെയാണോ നിങ്ങൾ സംരക്ഷിക്കുന്നത്, നരകക്കുണ്ടിലേക്ക്, നരകാഗ്നിയിലേക്ക് മക്കളോ ഭാര്യയോ ആരെങ്കിലും വീഴാൻ പോകുമ്പോൾ അവരതിൽ വീഴാതെ നീ അവരെ ജീവൻ പണയം വെച്ച് സംരക്ഷിക്കുകയില്ലേ, അവരെ രക്ഷപ്പെടുത്തുകയില്ലേ? എന്നാൽ ഈ ദുനിയാവിലെ തീയിൽ വീഴാൻ പോകുമ്പോൾ നീ അവരെ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് നരകത്തീയിൽ വീഴാതെ അവരെ സംരക്ഷിക്കുക എന്നത്. അപ്പോൾ ദുനിയാവിലെ തീയിൽ വീഴുന്നതിനേക്കാൾ നീ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് നരകത്തിലെ തീയിൽ വീഴാതെ നിന്റെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും സംരക്ഷിക്കുകയല്ലേ വേണ്ടത് എന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ മക്കൾ, അവർ ചെറുപ്പക്കാരായാലും കുട്ടികളായാലും ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ മറവിൽ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ അവരെ സംരക്ഷിക്കുകയും ഉപദേശിക്കുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്യൽ മാതാപിതാക്കളുടെ കടമയാണ്, അവർക്ക് നിർബന്ധമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ നമ്മുടെ മക്കളൊക്കെ വഴിപിഴയ്ക്കുന്നതിനുള്ള കാരണം, നമ്മുടെ മക്കൾ വഴിപിഴയ്ക്കാനുള്ള കാരണം ആ മക്കളുടെ കൂട്ടുകാർ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ വഴിപിഴയ്ക്കാൻ കാരണം കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ വഴിപിഴയ്ക്കാൻ കാരണം കുട്ടികൾ തന്നെയാണ്. ഏത് കുട്ടികൾ? അവരുടെ കൂട്ടുകാരായ കുട്ടികളാണ് എന്ന് മഹാനായ ഇബ്രാഹിമുൽ ഹർബി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. ജന്നിബു ഔലാദക്കും ഖുറനാ അസ്സൂഅ് ഖബൽ അൻ തുസ്ബിഗൂഹും ഫിൽ ബലാഇ കമാ യുസ്ബിഗു സൗബ്. മഹാനവർകൾ പഠിപ്പിക്കുകയാണ്, ജന്നിബു ഔലാദക്കും ഖുറനാ അസ്സൂഅ്, മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും നിങ്ങളുടെ മക്കളെ നിങ്ങൾ തടയണം. നിങ്ങളുടെ മക്കൾ മോശമായ കൂട്ടുകെട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവരെ നിങ്ങൾ തടയണം. ആ കുട്ടികൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങൾ നോക്കി നിൽക്കരുത്. നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാർ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ അവരുമായുള്ള കൂട്ടുകെട്ടുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. മഹാനവർകൾ പഠിപ്പിക്കുകയാണ്, ഖബല അൻ തുസ്ബിഗൂഹും ഫിൽ ബലാഅ്, നിങ്ങളുടെ മക്കളെ അവർ കൊണ്ടുപോയി മുക്കുന്നതിന് മുമ്പ്, കമാ യുസ്ബിഗു സൗബ്, അതാ നമ്മൾ വസ്ത്രത്തിൽ ചായം മുക്കാറില്ലേ, ഉജാല മുക്കാറില്ലേ, അതുപോലെ വസ്ത്രത്തിൽ ഉജാല മുക്കുന്നത് പോലെ, ചായം മുക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളെ അവർ കൊണ്ടുപോയി ആപത്തിൽ മുക്കുന്നതാണ്.
മോശമായ പ്രവർത്തനത്തിൽ അവർ മുക്കിക്കളയും. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ സൂക്ഷിച്ചു കൊള്ളണം, മോശമായ കൂട്ടുകെട്ടിൽപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഇബ്രാഹിമുൽ ഹർബി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. ഇതൊക്കെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനവർകൾ പഠിപ്പിക്കുന്നു, അവ്വലു ഫസാദി സുബിയാനി ബഅ്ദുഹും മിൻ ബഅ്ദ്. കുട്ടികൾ മോശക്കാരാവാൻ കാരണം ആ കുട്ടികളിൽപ്പെട്ട ചിലർ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയുള്ളതാണ് നമ്മൾ അറിയണം. നമ്മൾ വൈകിട്ട് കുട്ടികളെ കളിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ ഈ കുട്ടികൾ ആരുടെയൊക്കെ കൂടെയാണ് കൂട്ടുകെട്ടുന്നത്, ഇവരുടെ കൂട്ടുകാരാരൊക്കെയാണ്, ഇവരോട് കളിക്കാൻ പോകുന്നവർ ആരൊക്കെയാണ്, അവരെങ്ങനെയുള്ള സ്വഭാവക്കാരാണ് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കാതിരുന്നാൽ സഹോദരന്മാരെ ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകും. പ്രത്യേകിച്ച് പിതാക്കന്മാരോട്, വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, അതാ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, പരലോകത്ത് ചെല്ലുമ്പോൾ ഭാര്യയും മക്കളും ഈ വാപ്പയ്ക്കെതിരെ അള്ളാഹുവിനോട് പറയുന്നതാണ്. വാപ്പയ്ക്കെതിരെ ഭാര്യയും മക്കളും സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? യാ റബ്ബന ഖുദ് ലനാ ബിഹഖിനാ മിൻഹു. ഭാര്യ തൻ്റെ ഭർത്താവിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ്, മക്കൾ വാപ്പയെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് ഈ ഭാര്യയും മക്കളും അള്ളാഹുവിനോട് പറയുന്നു, യാ റബ്ബന, അല്ലയോ എൻ്റെ റബ്ബേ, ഖുദ് ലനാ ബിഹഖിനാ മിൻഹു, ഈ നിൽക്കുന്ന എൻ്റെ ഭർത്താവിൽ നിന്ന് എൻ്റെ അവകാശം വാങ്ങിത്തരണം. മക്കൾ പറയുന്നു, ഈ നിൽക്കുന്ന എൻ്റെ വാപ്പയിൽ നിന്ന് ഞങ്ങൾക്കുള്ള അവകാശം വാങ്ങിത്തരണം. എന്താണ് കാരണം? ഫഇന്നഹു മാ അല്ലംനാ മാ നജ്ഹലു, ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ആ വാപ്പ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല. ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ, എനിക്കറിയാത്ത കാര്യങ്ങൾ എൻ്റെ ഭർത്താവ് എനിക്ക് പഠിപ്പിച്ചു തന്നില്ല. ഞങ്ങൾ മോശമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ ഭർത്താവ് എന്നെ വിലക്കിയില്ല, ഈ വാപ്പ എന്നെ വിലക്കിയില്ല എന്ന് മക്കളും പറയുകയാണ്. അതുകൊണ്ട് ഭാര്യ നിസ്കരിച്ചില്ല എങ്കിൽ ഭാര്യയെ ഉപദേശിച്ച് നിസ്കരിപ്പിക്കൽ ഭർത്താവിന് നിർബന്ധമാണ്. മക്കൾ നിസ്കരിച്ചില്ല എങ്കിൽ ആ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിസ്കരിപ്പിക്കൽ ഈ വാപ്പയ്ക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഈ മക്കളും ഭാര്യയുമെല്ലാം ഈ പിതാവിനെതിരെ, ഭർത്താവിനെതിരെ അവിടെ അള്ളാഹിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കുകയാണ്. അള്ളാഹിന്റെ അടുക്കൽ വെച്ച് ഇവനെ കുറ്റക്കാരനാക്കുകയാണ്. അവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അവർ പറയുന്നു, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ വാപ്പ അല്ലെങ്കിൽ ഈ ഭർത്താവ് ഉപദേശിച്ചു തന്നില്ല. ഭാര്യയും മക്കളും പറയുകയാണ്, ഉപദേശിച്ചു തന്നില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള അറിവുകൾ പഠിപ്പിച്ചു തന്നില്ല. മക്കൾ പറയുന്നു, ഞങ്ങളെ മദ്രസയിൽ പറഞ്ഞയച്ചില്ല. ഞങ്ങൾ 2ാം ക്ലാസ്സിൽ മദ്രസ നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ മദ്രസ നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ മദ്രസ നിർത്തിയപ്പോൾ ഞങ്ങളെ പറഞ്ഞയച്ചില്ല. ഞങ്ങളെ വളരെ ആവേശത്തോടെ സ്കൂളിലേക്ക് ഞങ്ങളുടെ വാപ്പയും ഉമ്മയും പറഞ്ഞയച്ചിരുന്നു. പക്ഷെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചില്ല. മദ്രസയിൽ പോകാതിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണമെന്ന് കറക്റ്റായി പഠിച്ചില്ല, ഖുർആൻ എങ്ങനെ ഓതണമെന്ന് പഠിച്ചില്ല. അതുപോലെ തന്നെ ഓരോ അമലുകളും ഓരോ ഇബാദത്തുകളും എങ്ങനെ കറക്റ്റായി നിർവഹിക്കണമെന്ന് മദ്രസയിൽ പോയി പഠിക്കാൻ ഞങ്ങൾ അന്നത്തെ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ട് ഞങ്ങൾ അലംഭാവം കാണിച്ചപ്പോൾ, അലസത കാണിച്ചപ്പോൾ ഞങ്ങളെ മദ്രസയിലേക്ക് ഓടിച്ചു വിടാത്ത പിതാവാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാപ്പയെ സ്വർഗത്തിലേക്ക് അയക്കരുത്, അവിടെ പിടിച്ചു നിർത്തണം, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാതെ വിടാൻ പാടില്ല എന്ന് ഈ മക്കൾ അള്ളാഹിൻ്റെ മുമ്പിൽ പറയുകയാണ്. ഭാര്യയും അതുപോലെ ഈ ഭർത്താവിനെതിരെ അവിടെ പറയുന്നതാണ്. ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ന്യൂനത സംഭവിച്ചാൽ ഭാര്യയും അവിടെ ഭർത്താവിനെതിരെ അള്ളാഹിന്റെ മുമ്പിൽ പറയുകയാണ്. രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നിട്ട് ഈ ഭാര്യയും മക്കളും പറയുന്നു, വകാന യുത്ഇമുനൽ ഹറാം, ഈ ഭർത്താവ് എനിക്ക് ഹറാമായ ഭക്ഷണമാണ് കൊണ്ടുവന്ന് തന്നത്, ഹറാമായ പൈസ ഉപയോഗിച്ചാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്. ഈ നിൽക്കുന്ന വാപ്പ ഹറാമായ പൈസ ഉപയോഗിച്ചാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പക്ഷേ അറിഞ്ഞിരുന്നില്ല. വനഹ്നു ലാ നഅലമു, ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഈ തരുന്ന ഭക്ഷണം ഹറാമാണെന്ന് അറിയില്ലായിരുന്നു എന്ന് ഭാര്യയും മക്കളും അള്ളാഹിന്റെ മുമ്പിൽ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഖ്തസ്സു ലഹും മിൻഹു, അതാ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശിക്ഷയും അവന് കൊടുക്കുകയാണ്. എല്ലാ ശിക്ഷയും അവൻ്റെ മേൽ കൊടുക്കുകയാണ്. അവൻ ചെയ്ത എല്ലാ നന്മകളും ഇവർക്ക് വീതം വെച്ച് കൊടുക്കുകയാണ്.
അവൻ എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭാര്യയ്ക്കും മക്കൾക്കും വീതം വെച്ച് കൊടുക്കുകയാണ്. അവിടെ ഇവൻ പരാജയപ്പെട്ടു പോവുകയാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ മക്കളെയും ഭാര്യയും എല്ലാം അവർ ഏത് രൂപത്തിലാണോ ജീവിക്കുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യൽ, നമ്മൾ പരിശോധിക്കൽ നമുക്ക് നിർബന്ധമാണ്. അവരെ നല്ല വഴിയിൽ നടത്തൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ബാപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കുകയല്ലേ, ഒരു ദിവസത്തെ ആഘോഷമല്ലേ, മക്കൾ പോയി ആഘോഷിക്കട്ടെ എന്ന് കരുതി പറഞ്ഞയക്കാൻ പാടില്ല. അതാ നമുക്കറിയാം, ഓരോ ന്യൂ ഇയർ കാലം വരുമ്പോഴും മയക്കുമരുന്നുകളുടെ കുത്തൊഴുക്കിൻ്റെ കാലമാണ്. നമുക്കെല്ലാം അറിയാം, ഓരോ വർഷവും ന്യൂ ഇയർ കഴിഞ്ഞാൽ കുടിച്ചു തീർത്ത മദ്യത്തിൻ്റെ അളവ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് എത്രയാണ് കുടിച്ചു തീർത്തത്, എത്ര കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യും. ഈ വരുന്ന ജനുവരി 2-3 ആകുമ്പോഴേക്ക് അതിൻ്റെ റിപ്പോർട്ട് പത്രത്താളുകളിലൂടെ പുറത്തു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതാ ഇന്ന് മദ്യത്തേക്കാൾ ഏറെ കുട്ടികളിലടക്കം സ്വാധീനം ചെലുത്തുന്നത് മയക്കുമരുന്നുകളാണ്. ഇനി മയക്കുമരുന്നായാലും മദ്യമായാലും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരിയുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹറാമാണ്. ലഹരിയുണ്ടാക്കുന്ന മദ്യമായാലും മയക്കുമരുന്നായാലും കഞ്ചാവായാലും എന്താണെങ്കിലും അത് ഹറാമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ മറവിൽ മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും നമ്മുടെ ചെറുപ്പക്കാർ പോകാൻ പാടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ നോക്കൂ, മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. ഇന്ത്യയിൽ 10-നും 17-നും ഇടയിലുള്ള 1.5 കോടി വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയിൽ 10 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള 10 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള 1.5 കോടി വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ലഹരിക്കടിമപ്പെടുന്നവരിൽ 70% പേരും, മൊത്തത്തിൽ ലഹരിക്കടിമപ്പെടുന്നവരിൽ 70% പേരും 15 വയസ്സാകുമ്പോഴേക്കും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയവരാണ്. അപ്പോൾ 15-ാമത്തെ വയസ്സിൽ തന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയവരാണ്. മൊത്തത്തിൽ ലഹരി ഉപയോഗം 70%, ലഹരി ഉപയോഗിക്കുന്നവരിൽ 70% പേരും 15-ാമത്തെ വയസ്സ് മുതലേ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയവരാണ് എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഇത് നോക്കൂ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ 8 വർഷം കൊണ്ട് 70% വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് എക്സൈസ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നഗരങ്ങളിൽ കൊച്ചി 3-ാം സ്ഥാനത്താണ്. കണ്ടോ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നഗരങ്ങളിൽ 3-ാം സ്ഥാനത്താണ് കൊച്ചി, നമ്മുടെ ഈ കൊച്ചി. അപ്പോൾ ഈ കൊച്ചിയിലാണ് ഈ അടുത്തായി പല പ്രശ്നങ്ങളും ഉണ്ടായത്. 1-2 ഒരു കുട്ടിയെ കൊലപ്പെടുത്തി, ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി മദ്യലഹരിയിൽപ്പെട്ട ഒരുവൻ കൊണ്ടുപോയി കൊലപ്പെടുത്തി, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അതുപോലെ ലഹരിക്കടിമപ്പെട്ട ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി, പക്ഷേ കൊലപ്പെടുത്താതെ ആ കുട്ടിയെ തിരിച്ചു കിട്ടിയെന്ന് മാത്രം. അതുപോലെ ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾ, ലഹരിക്കടിമപ്പെട്ട മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട പലരും ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സ്ഥലമാണ് കൊച്ചി ഇപ്പോൾ എന്ന് നമുക്കെല്ലാവർക്കും എല്ലാ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളാണ് ലഹരി ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഇന്നത്തെ റിപ്പോർട്ടുകൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 5% മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ ഉണ്ടല്ലോ, അതിൽ 5% മാത്രമേ പിടിക്കപ്പെടുന്നു. 100%, 5% മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. അതല്ലാതെ ഒന്നും പിടിക്കപ്പെടുന്നില്ല. സ്കൂൾ വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും മറയാക്കിയാണ് ഇന്നത്തെ ലഹരി സംഘങ്ങൾ വിലസുന്നത് എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള, പോലീസ് മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മെ സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്തുമസും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് എത്ര കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് എന്ന് ഉടൻ തന്നെ വാർത്ത വരുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകും. അത് 2023 ന്യൂ ഇയറിൽ 92.73 കോടിയുടെ മദ്യം, 92.73 കോടിയുടെ മദ്യം
മലയാളികൾ കുടിച്ചു തീർത്തു. 2022 ക്രിസ്തുമസിനും 2023 ന്യൂ ഇയറിനും ഇടയിലുള്ള 10 ദിവസങ്ങളിൽ 686.25 കോടിയുടെ മദ്യം മലയാളി കുടിച്ചു എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 686 കോടി രൂപയുടെ മദ്യമാണ് ക്രിസ്തുമസിനും തൊട്ടടുത്തായി വരുന്ന ന്യൂ ഇയറിനുമായി 10 ദിവസത്തിൻ്റെ ഇടയിൽ 10 ദിവസം കൊണ്ട് മലയാളികൾ കുടിച്ചു തീർത്തത് 686 കോടി രൂപയുടെ മദ്യമാണ്. എന്നാൽ ഈ വർഷത്തെ ഇപ്പോൾ നടന്ന ഈ കഴിഞ്ഞ ക്രിസ്തുമസും വരാൻ പോകുന്ന 2 ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്ന ന്യൂ ഇയറും തമ്മിൽ ആ ന്യൂ ഇയറിൻ്റെയും ആ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കേരളക്കാർ കുടിച്ചു തീർക്കാൻ പോകുന്ന മദ്യത്തിൻ്റെ അളവ് 2 ദിവസം കഴിയുമ്പോൾ പത്രത്തിൽ വരും. അപ്പോൾ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകും. അപ്പം ന്യൂ ഇയറൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്, ഇന്നത്തെ ചെറുപ്പക്കാർ ആഘോഷിക്കുന്നത് മദ്യം കുടിച്ചും മയക്കുമരുന്നിന് അടിമപ്പെട്ടുവാണ്. അതല്ലാതെ സന്തോഷിച്ചുകൊണ്ടല്ല. ഇതാണ് അവരുടെ സന്തോഷം. മദ്യം കഴിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക, ഇതൊക്കെയാണ് അവരുടെ സന്തോഷമായി കാണുന്നത്. അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഇന്നില്ലാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകാതെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ അവരെ ജാഗരൂകരാകേണ്ടതുണ്ട്. അതുകൊണ്ട് ന്യൂ ഇയർ ആകുമ്പോഴുമൊക്കെ മക്കളെ കെട്ടഴിച്ചു വിടാതെ പ്രത്യേകിച്ച് 18 വയസ്സ് 19 20 വയസ്സുള്ള കുട്ടികളൊക്കെ ആ ദിവസത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവിടെ പോയി പടക്കം പൊട്ടിച്ച് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കുട്ടികൾ കൂട്ടുകാരെ കണ്ടിട്ട് തിരിച്ചു വരികയാണ് എന്നാണ്. അതല്ല, അവർ ചിലപ്പോൾ മറ്റുള്ള കൂട്ടുകെട്ടിൽപ്പെട്ട് മോശമായ പ്രവർത്തനങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാർ അവരുടെ ഭാവി ജീവിതം ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പേരിൽ മോശമായ ഒരു പ്രവർത്തനത്തിലേക്കും പോകാതെ നമ്മൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ മാത്രമേ ആഘോഷങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ന്യൂ ഇയർ ആഘോഷമായാലും ഏതാഘോഷമായാലും പരിശുദ്ധമായ ഇസ്ലാമിന് വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ നല്ലവരായി ജീവിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.